ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര പൗലോസ് അപ്പോസ്തലൻ റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ഈ പഠനത്തിൻ്റെ 12ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. റോമർക്കെതിരെ ലേഖനം, പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായൊരു ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള 12ാമത്തെ പാഠത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതുകയാണ്. റോമിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി എഴുതുന്ന ലേഖനത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രമേയമാണ് 1-ാം അധ്യായത്തിൻ്റെ 16-17 വേദഭാഗങ്ങൾ. ഈ വേദഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി തന്നെ ഈ ലേഖനത്തിൻ്റെ പ്രധാന സന്ദേശം, പ്രമേയത്തെ അവതരിപ്പിച്ചു. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. ഇവിടെ നാം ചില കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് ഒഴിച്ചുകൂടാനാകാത്ത പരിഹാരമാർഗം, മനുഷ്യകുലത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത, ഒഴിവാക്കാനാകാത്ത പരിഹാരമാർഗം സുവിശേഷമാണ്. അതോടൊപ്പം തന്നെ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ കാതൽ. പൗലോസ് അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ സുപ്രധാനമായ കാതൽ ഇത് തന്നെയാണ്. അതിൻ്റെ ഹൃദയഭാഗമെന്ന് വിളിക്കാം. മാത്രമല്ല, ഒഴിവാക്കാനാകാത്ത ആവശ്യകത എന്ന നിലയിൽ പൗലോസ് വ്യക്തമായിട്ട് അവതരിപ്പിച്ചു വിശ്വാസം. നാം വചനം കേട്ടാൽ പോരാ, വായിച്ചാൽ പോരാ. നമ്മോട് ദൈവം പറയുന്ന വചന സത്യങ്ങൾ നാം വിശ്വസിക്കണം. അത് അനുസരണത്തിലേക്ക് എത്തണം. കേട്ടുകൊണ്ടിരിക്കുന്നതല്ല വിശ്വാസം, അനുസരിക്കുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. അതിൽ നമ്മുടെ മനസ്സിൻ്റെ പങ്കാളിത്തം, ഹൃദയത്തിൻ്റെ പങ്കാളിത്തം, ഇച്ഛാശക്തിയുടെ പങ്കാളിത്തം. മനസ്സുകൊണ്ട് കേൾക്കുന്നു, ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു, നമ്മുടെ ഇച്ഛാശക്തിയിൽ തീരുമാനമെടുത്ത് ദൈവം പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാകുന്നു. സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്, രക്ഷയ്ക്കുള്ള ശക്തിയാണ്. പക്ഷേ ശക്തി പ്രകടമാകുന്നത് എപ്പോഴാണ്? നാം വിശ്വസിക്കുമ്പോഴാണ്. നാം കേൾക്കുന്ന വചനത്തെ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നാം കേൾക്കുന്ന വചനത്തിലെ ശക്തി നമ്മിൽ പ്രാവർത്തികമാകുന്നത്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അരുളി ചെയ്തു, അതുണ്ടായി. ദൈവവചനം ശക്തമാണ്, ചൈതന്യമുള്ളതാണ്, ജീവനുള്ളതാണ്. ആ വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ മതിയായതാണ്. പക്ഷെ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, വായിച്ചാൽ പോരാ. നാം കേൾക്കുന്ന വചനം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അതിലടങ്ങുന്ന ദൈവശക്തി നമ്മളിൽ മാറ്റം വരുത്തും. അതാണ് പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാകാം, നമുക്ക് പല തോന്നലുകളുണ്ടാകാം, അങ്ങനെ ആയിത്തീരണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാകാം. പക്ഷെ ക്രിസ്തുവിനെ കൂടാതെ ഒരിക്കലും നാം ഒന്നും ആയിത്തീരില്ല. നാം എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഇപ്പോൾ സുവിശേഷം അത് വെറും പ്രവർത്തികളല്ല, അത് വാക്കുകളുമാണ്. അത് പ്രവർത്തികളും വ്യാഖ്യാനവുമാണ്. അതിൽ ശക്തിയുണ്ട്, പ്രഖ്യാപനമുണ്ട്. വെറും ചരിത്രപര വസ്തുക്കൾ മാത്രമല്ല. അപ്പോൾ ഈ സദ്വാർത്ത, ഈ സുവിശേഷത്തിൻ്റെ 7 ഘടകങ്ങൾ, അതിൻ്റെ പ്രാധാന്യത്തെ വിശദീകരിക്കുന്ന 7 ഘടകങ്ങൾ നമ്മൾ പറയാൻ ആരംഭിച്ചു. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സുവിശേഷത്തിൻ്റെ സുപ്രധാനമായ ഘടകങ്ങൾ. ഒന്ന്, ഇതിൻ്റെ കാരണം. സുവിശേഷത്തിൻ്റെ കാരണം എവിടെയാണ്? ഏതെങ്കിലും എഴുത്തുകാരനല്ല, ശാസ്ത്രജ്ഞന്മാരല്ല, തത്വചിന്തകന്മാരല്ല, ചക്രവർത്തിമാരല്ല. സുവിശേഷം ഉത്ഭവിക്കാനുള്ള കാരണം എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ഇതിൻ്റെ സ്വഭാവം എന്താണ്? ശക്തിയാണ്. സുവിശേഷത്തിൻ്റെ സ്വഭാവം ശക്തിയാണ്. യഹൂദനെയും യവനനെയും, അതായത് ലോകമെങ്ങുമുള്ള സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ ശക്തമാണ്. പക്ഷേ ആരിലാണ് അത് ശക്തി പ്രകടമാകുന്നത്? വിശ്വസിക്കുന്നത്. ആദ്യ യഹൂദനും പിന്നെ യവനനും. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് പറഞ്ഞു കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം. യഹൂദന്മാർക്ക് ഇത് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വമെങ്കിലും ദൈവം തിരഞ്ഞെടുത്ത എല്ലാവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. 3-ാമത് സുവിശേഷം നൽകിത്തരുന്നത് എന്താണ്? രക്ഷ. സുവിശേഷത്തിലൂടെ മാത്രമാണ് രക്ഷ. അത് അനുസരിക്കുമ്പോൾ മാത്രമാണ്. 1-ാം നൂറ്റാണ്ടിലെ റോമൻ സമൂഹം, അവർ വലിയ സൈന്യ ബലമുള്ളതാണ്, ഇരുമ്പ് രഥങ്ങളുണ്ട്, യുദ്ധസജ്ജമാണ്, ബലമുള്ളവരാണ്. പക്ഷെ അവരുടെ നാശത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും അവിടെയുള്ള ജീവിതങ്ങളെ രക്ഷിക്കുന്നതിന് സുവിശേഷം അത്യാവശ്യമാണ്. ഇന്ന് 21-ാം നൂറ്റാണ്ട്. ഇന്ന് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ട്. സൂപ്പർ സോണിക് ജെറ്റുകളുണ്ട്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട്, ആധുനിക കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട്.
എങ്കിലും മനുഷ്യൻ്റെ നാശത്തിൽ നിന്ന് പതനത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ വേണ്ടത് സുവിശേഷമാണ്. ഈ പറയുന്ന നേട്ടങ്ങൾ കൊണ്ടൊന്നും പറയുന്ന കണ്ടുപിടുത്തങ്ങൾ കൊണ്ടൊന്നും മനുഷ്യൻ്റെ ധാർമ്മിക അധംപതനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയില്ല. അവന് വേണ്ട സുവിശേഷമാണ്. അപ്പോൾ സുവിശേഷം നൽകിത്തരുന്ന രക്ഷയാണ്. നാലാമത് സുവിശേഷത്തിൻ്റെ വിസ്തീർണം. അതെവിടം വരെ എത്തിപ്പിടിക്കുന്നു? സകലരെയും. യഹൂദനും യവനും എന്ന് പറയുന്ന പ്രയോഗത്തിൽ സകല മനുഷ്യരെ ഉൾപ്പെടുകയാണ്. രാഷ്ട്രപരമായുള്ള മുൻവിധികൾ അവിടെ ഇല്ല. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് ആ അവസ്ഥയെ വിവരിച്ചത്. കൊലോസ്യർ 3:11. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശഖൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാണ്. മനുഷ്യർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും സുവിശേഷം വേണം. അവിടെ നിറവ്യത്യാസങ്ങളില്ല. ഗലാത്യലേഖനം 3:28 സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, ബർബരെന്നില്ല, ദാസനെന്നില്ല, യജമാനെന്നില്ല, യഹൂദനെന്നില്ല, യവനെന്നില്ല. എല്ലാവർക്കും ക്രിസ്തുവിന് ആവശ്യമാണ്. പാപമോചനം ആവശ്യമാണ്. രക്ഷ ആവശ്യമാണ്. അവിടെ വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ മുഖപക്ഷമില്ല ദൈവത്തിന്. അത് റോമലേഖനം 2-ാം അധ്യായത്തിൽ വ്യക്തമായി നമ്മൾ കാണും. 2-ാം അധ്യായം 5-11 ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. 5-ാമത് സുവിശേഷത്തിൻ്റെ ശരണാഗതൻ, അതായത് അതിൻ്റെ ആശ്രിതനാരാണ്? വിശ്വസിക്കുന്നവർ. വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവവചനം, സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവർ അനുസരിക്കും. നാളത്തേക്ക് നീട്ടിവെക്കില്ല. ഫെലിക്സിനെ പോലെ തൽക്കാലം പോകാം, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാമെന്ന് താൻ കേട്ട സുവിശേഷത്തെ അനുസരിക്കാതെ പറഞ്ഞു വിട്ട മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ സുവിശേഷം അനുസരിച്ചില്ല. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, നമ്മളെ പിടിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ ആ കൽപ്പന നമ്മളെ അറിയിക്കുന്ന നിമിഷം നാം തീരുമാനമെടുക്കാൻ തയ്യാറാകണം. നാളത്തേക്ക് മാറ്റിവെക്കരുത്. നാം നാളെ ഒന്നും ചെയ്യില്ല. ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുമ്പോൾ നാം പ്രതികരിച്ചേ പറ്റൂ. ഇപ്പോൾ സുവിശേഷത്തിൻ്റെ ഇടപാടുകാരൻ വിശ്വാസിയാണ്. വചനം വിശ്വസിക്കാൻ തയ്യാറുള്ള, വിശ്വാസം തലകുലുക്കുന്നതല്ല, വിശ്വാസം എഴുതിയെടുക്കുന്നതല്ല, വിശ്വാസം കേട്ടുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നതല്ല. വിശ്വാസം അനുസരിക്കുമ്പോഴാണ് വിശ്വാസമാകുന്നത്. വിശ്വാസമെന്ന് പറയുന്നത് വിശക്കുന്ന ആത്മാവ് നീട്ടിയ വെറും കൈയാണ്, ശൂന്യമായ കൈയാണ്. വിശക്കുന്ന ആത്മാവ്, ദാഹിക്കുന്ന ആത്മാവ്, ആ വ്യക്തി നീട്ടുന്ന ശൂന്യമായ കൈ, അതാണ് വിശ്വാസം. ദൈവത്തിൽ അർപ്പണം നടത്തുകയാണ്, ശരണം വയ്ക്കുകയാണ്. വിശ്വാസം പ്രവൃത്തിയല്ല, സൽപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളുമല്ല. സുവിശേഷത്തിൻ്റെ അനുഗ്രഹം നമ്മിൽ എത്തുവാൻ കാരണം കേൾക്കുന്ന സുവിശേഷം, കർത്താവ് യേശുക്രിസ്തു ലോകരക്ഷകനായി ദൈവപുത്രൻ എൻ്റെ പാപം ചുമന്ന് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി ആ വലിയ ശുശ്രൂഷ നിറവേറ്റിയെന്ന് ഞാൻ കേൾക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ, ശരണപ്പെടുമ്പോൾ, അന്നിങ്ങനെ ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടുമ്പോൾ, അനുസരണം കാണിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, വിശ്വാസവും അനുസരണവും ഒഴിവാക്കാനാകാത്ത 2 ഘടകങ്ങൾ. വിശ്വാസത്തിന് അനുസരണം വരുത്തുവാനാണ് കൃപയും അപ്പോസ്തലത്വവും ദൈവം പൗലോസിന് കൊടുത്തത്. റോമലേഖനം 4-ാം അധ്യായം 4-5, റോമർ 6:23, റോമർ 11:6, ഗലാത്യർ 2:21 പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. ഗലാത്യർ 2:21, ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്തിൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. എഫേസ്യർ 2:8-9, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. തീത്തോസ് 3:5. 6-ാമതായി സുവിശേഷത്തിൻ്റെ കാര്യക്ഷമത എന്താണ്? ദൈവനീതി വെളിപ്പെടുന്നു സുവിശേഷത്തിൽ. വിശദമായി നമ്മൾ പഠിക്കും ദൈവനീതി എന്ന വിഷയം. ദൈവനീതി വെളിപ്പെടുന്ന സുവിശേഷത്തിലാണ്. കർത്താവ് യേശുവിൻ്റെ മരണമടക്കം ഉയർപ്പെന്ന സുവിശേഷ സത്യം വെളിപ്പെടുമ്പോൾ, പ്രസംഗിക്കപ്പെടുമ്പോൾ, അവതരിപ്പിക്കപ്പെടുമ്പോൾ ദൈവനീതി അവിടെ വെളിപ്പെടുന്നു. മനുഷ്യൻ്റെ നീതിയല്ല, നമ്മുടെ സ്വയനീതിയല്ല, ദൈവനീതി. കർത്താവ് യേശു ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുമ്പോൾ അവരോട് വ്യക്തമായി മത്തായി 5:20 ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതി, അവർക്കൊരു നീതിയുണ്ട്. ബാഹ്യമായ വേഷം ധരിച്ച് തെരിക്കോണിൽ നിന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് വലിയ കാഹളം മുഴക്കിക്കൊണ്ടുള്ള അവരുടെ നീതി പ്രകടനം. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വകലയാത്തിൽ കടക്കയില്ല. ഞാൻ നിങ്ങളോട് പറയും, സ്വയനീതിയല്ല. ഇതാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെ പൗലോസ് പറഞ്ഞു, എനിക്കെൻ്റെ സ്വന്തം നീതി വേണ്ട. താൻ ഗമാലിയൻ്റെ കീഴിൽ നിന്ന് പഠിച്ചവനാണ്, സഭയെ ഉപദ്രവിച്ചവനാണ്, മുടിച്ചവനാണ്,
അന്നൊക്കെ താൻ പ്രത്യേകമായി താൻ വലിയ യോഗ്യതയുള്ളവരാണെന്ന് കരുതി നടന്നു. പക്ഷെ കർത്താവിനെ പിടിച്ചു നിർത്തിയപ്പോൾ, അവൻ്റെ പൊള്ളത്തരങ്ങളും ശൂന്യതകളും തിരിച്ചറിയാൻ ദൈവം ഇടവരുത്തിയപ്പോൾ, ഒരു വിധത്തിൽ അവൻ്റെ ആത്മീയ അന്ധത അവന് കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് അവന് വെളിപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി, എനിക്ക് വേണ്ട ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ എനിക്ക് വേണം. സുവിശേഷം വെളിപ്പെടുത്തുന്നു ഈ നീതി. ദൈവം മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുന്നത് സ്വാർത്ഥപരമായ നീതിയിൽ നിന്നല്ല, ദൈവനീതിയിലാണ്. പക്ഷേ യഹൂദന്മാർ എന്ത് ചെയ്തു? ദൈവനീതി അന്വേഷിക്കാതെ സ്വന്തം നീതി അന്വേഷിച്ച് ഒരു വേഷങ്ങൾ കുറെ കൂടി വെടിപ്പാക്കി, ബാഹ്യമായ പ്രകടനങ്ങളും ആചാരം അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ വെച്ചു. ദൈവത്തിൻ്റെ നീതിയുടെ മാർഗം തിരിച്ചറിഞ്ഞില്ല. ഏഴാമതായിട്ട് സുവിശേഷം അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇപ്പോൾ സുവിശേഷത്തിൻ്റെ 7 ഘടകങ്ങൾ. ഒന്ന്, സുവിശേഷത്തിൻ്റെ കാരണം ദൈവം, സുവിശേഷത്തിൻ്റെ സ്വഭാവം ശക്തി, സുവിശേഷം നൽകിത്തരുന്നത് രക്ഷ, സുവിശേഷത്തിൻ്റെ വിസ്തീർണം എല്ലാവരെയും, സുവിശേഷത്തിൻ്റെ ആശ്രിതർ അഥവാ ശരണാഗതർ വിശ്വാസി, സുവിശേഷത്തിൻ്റെ കാര്യക്ഷമത, ദൈവനീതി വെളിപ്പെടുന്നു, സുവിശേഷത്തിൻ്റെ ഭവിഷ്യത്ത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം സുവിശേഷത്തിലാണ് ദൈവനീതി വെളിപ്പെട്ടത്. 17-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. റോമർ 1:17 റോമാലേഖനത്തിൻ്റെ താക്കോൽ വാക്ക്, പ്രമേയവാക്യം 16:17 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അതിൽ, അതായത് സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ചിന്ത വികസിപ്പിക്കുകയാണ് 17-ാം വാക്യത്തിൽ. ദൈവനീതി എന്ന ചിന്ത, വിശ്വാസത്തിൻ്റെ പ്രാധാന്യം, വിശ്വാസമുണ്ടായിരിക്കേണ്ടതിൻ്റെ ഗുണം, നേട്ടം അവതരിപ്പിക്കുകയാണ്. നീതി എന്ന വാക്ക് അതിന് പല അർത്ഥങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് നോക്കാം. പല അർത്ഥങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞാൽ ദൈവം മുമ്പിൽ ശരിയായി നിൽക്കുവാനുള്ള യോഗ്യത, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവം മുമ്പിൽ ശരിയായ നിലയിൽ നിൽക്കുവാനുള്ള യോഗ്യത, അതാണ് നീതി. അല്ലെങ്കിൽ ശരിയായി ജീവിക്കാൻ കഴിയുക, ശരിയായി ജീവിക്കാൻ സാധ്യമാകുക. തൽക്കാലം നമുക്ക് വിശ്വാസത്തിലേക്ക് എന്ന വാക്കിലേക്ക് നോക്കാം. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട്, വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട്. ഇതിനെക്കുറിച്ച് പലരും പല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പൗലോസ് പ്രധാനമായി ഉദ്ദേശിക്കുന്ന ചിന്ത എന്താണ്? ഇവിടെ നേരായ തിരയിൽ തന്നെ നേരിട്ട് തന്നെ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നു. നാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ പ്രാപിച്ചത്. കർത്താവ് യേശുവിൽ വിശ്വസിച്ച്, ദൈവത്തിലും കർത്താവ് യേശു ക്രിസ്തുവിലും വിശ്വസിച്ച്, ക്രിസ്തുവിൻ്റെ ക്രൂസിലെ യാഗം, മരണം, അടക്കം, ഉയർപ്പിൽ വിശ്വസിച്ച്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രക്ഷ പ്രാപിച്ചു. ദൈവത്തോടുള്ള ബന്ധം നിരപ്പിലായി. ശത്രുവായ ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിരപ്പിലായി. പക്ഷെ പൗലോസ് വ്യക്തമായി ഉദ്ദേശിക്കുന്നത്, തൻ്റെ ഈ വചനങ്ങൾ, ഈ സത്യങ്ങൾ കേൾക്കുന്ന ഒരാൾ പോലും തെറ്റിദ്ധരിക്കരുത്, ക്രിസ്ത്യാനിയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസം ആവശ്യമില്ല, രക്ഷയിലേക്ക് വരുവാൻ, സ്നാനപ്പെടുവാൻ മാത്രമാണ് വിശ്വാസം വേണ്ടതെന്നും, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ധാരണ ഉണ്ടാകരുത് എന്ന് പൗലോസ് വ്യക്തമായി ആഗ്രഹിക്കുന്നു. കാരണം നാം രക്ഷിക്കപ്പെട്ട അതേ വിശ്വാസം തന്നെ നമുക്ക് ജീവിക്കുവാനും ആവശ്യമാണ്. വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. വിശ്വാസ ജീവിതമാണ് നാം നയിക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5:7 കൃത്യമായി പറഞ്ഞു, നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. രക്ഷിക്കപ്പെടാൻ മാത്രം വേണ്ട ഒന്നല്ല വിശ്വാസം, അന്ത്യശ്വാസം വരെയും വേണ്ടതാണ് വിശ്വാസം. എപ്പോഴാണ് വിശ്വാസം എന്ന് വീണു പോകുന്നു പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിശ്വാസം കടന്നു കൂടുന്നറിയില്ല. ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എപ്പോഴും വരാം. അതുകൊണ്ട് അവസാനം വരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചിന്ത വീണ്ടും ഉറപ്പിക്കാനായിട്ട് പൗലോസ് ചെയ്തത് ഹബക്കുക്കിൻ്റെ ലേഖനം, ഹബക്കുക്കിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഉപയോഗിക്കുകയാണ്. ഹബക്കുക്ക് വളരെ അനുഗ്രഹീതമായൊരു പുസ്തകമാണ് ഹബക്കുക്ക്. പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഹബക്കുക്ക് എന്ന പ്രവാചകൻ. ഹബക്കുക്ക് വ്യക്തമായിട്ട് തന്നെ ഈ അവസ്ഥ ഇവിടെ പറയും. ഇവിടെ ഹബക്കുക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. 2-ാം അധ്യായത്തിലെ 4-ാം വാക്യം മുഴുവൻ വായിക്കാം. ഹബക്കുക്ക് 2:4. ഇവിടെ ഹബക്കുക്കിൻ്റെ വാക്ക് ഇപ്രകാരമായിരുന്നു:
അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. ഇത്രയും പറഞ്ഞിട്ടാണ് അടുത്ത വാക്യം, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അപ്പോൾ അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ മറക്കരുത്, പൗലോസിൻ്റെ മനസ്സിൽ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിത ശൈലി ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. ഇതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതശൈലി. പൗലോസ് അതിനെ അടിവരയിട്ട് പറയാൻ പോവുകയാണ്. കാരണം വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിത ജീവിതമാണ് ഒരുവനെ ആത്മീയ ജീവനിലേക്കും നിത്യജീവനിലേക്കും എത്തിക്കുന്നത്. വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം ജീവിതം. വേഷത്തിലാകരുത്, ആചാരാനുഷ്ഠാനങ്ങളിലാകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. എൻ്റെ മുഖാന്തരം വചനമാണെന്ന് നമുക്കറിയാം, റോമർ 10:17. അപ്പോൾ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിത രീതി നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്ത ഒക്കെയും പാപമാണ്. ഇതെല്ലാം റോമലേഖനത്തിലെ വിഷയങ്ങളാണ്. റോമർ 6:23 വ്യക്തം, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെയുള്ള നമ്മൾ വിശ്വാസമാർഗമാണ്. ഇപ്പോൾ പൗലോസ് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന വാക്യത്തിൻ്റെ പശ്ചാത്തലം ശ്രദ്ധിക്കണം. ആ പശ്ചാത്തലം നമ്മൾ കണ്ടു. അവൻ്റെ മനസ്സ് അവനെ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാന വിശ്വാസം ജീവിക്കും. ഹബക്കൂക്ക് എന്ന പ്രവാചക പുസ്തകത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് കൽദയ രാജ്യം അഥവാ ബാബിലോൺ രാജ്യത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ളതാണ്. ബാബിലോൺ രാജ്യത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ളതാണ്. ദൈവം പ്രവാചകനോട് പറഞ്ഞു, യഹൂദ രാജ്യം, ദൈവത്തിൻ്റെ ജനമായ യഹൂദ ജനത്തെ ശിക്ഷിക്കുവാൻ, ബാലശിക്ഷ നടത്തുവാൻ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന രാജ്യമാണ് കൽദയ രാജ്യം അഥവാ ബാബിലോൺ രാജ്യം. ഇത് കേൾക്കുമ്പോൾ ഹബക്കൂക്കിന് ഭയമായി, ഹബക്കൂക്കിന് വിസ്മയമായി, മനസ്സിലാകുന്നില്ല. കാരണം കൽദയർ ഇസ്രായേൽ ജനത്തെക്കാളും ദുഷ്ടരാണ്, ഇസ്രായേൽ ജനത്തെക്കാളും നീചന്മാരാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്തെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ദൈവം എന്തിനാണ് ബാലശിക്ഷ നടത്തുന്നത്? അപ്പോൾ ഹബക്കൂക്കിനെ ദൈവം ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, പ്രയാസപ്പെടണ്ട, നീ എന്നിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഹബക്കൂക്ക് 2:4 ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നീതിമാനായ മനുഷ്യൻ എന്തെല്ലാം ചുറ്റുപാട് സാഹചര്യങ്ങൾ സംഭവിച്ചാലും, മനസ്സിലാകാത്ത കാര്യങ്ങൾ നടന്നാലും അവൻ ദൈവത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് പിന്നീട് 3-ാം അധ്യായത്തിൽ വരും, ഭക്തിഫലം പൂക്കില്ല, ഗോശാല കന്നുകാലികളില്ല, എങ്കിലും ഞാൻ ദൈവത്തിൽ ഉറച്ചു നിൽക്കും. അപ്പോൾ നീതിമാനായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നിൽക്കും. അവൻ്റെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ നിരാശാജനകമായിട്ട് തോന്നിയാലും, തകർച്ചയായിട്ട് തോന്നിയാലും, ഇവിടെ കൽദയ രാജ്യം, അങ്ങനെ അവൻ ഉറച്ചു നിൽക്കും. ദൈവം അവനെ അനുഗ്രഹിക്കും, അവനെ സുരക്ഷിതമായി സൂക്ഷിക്കും. ഇതാണ് ഇതിൻ്റെ അന്തസത്ത. ഹബക്കൂക്ക് 2:4 അന്തസത്ത ഇതാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, അഹങ്കാരി നിഗളികളുമായിട്ടുള്ള രാജ്യം നാശത്തിൽ നിബദിക്കും, പക്ഷേ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായി ജീവിക്കുന്നവർ സുരക്ഷിതരായിരിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിന്റെ ചുറ്റും ഇങ്ങനെയൊക്കെ നടന്നോട്ടെ, നിനക്ക് മനസ്സിലാകുന്നില്ല കൽദയ രാജ്യത്തെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുവെന്ന്, പക്ഷെ നീ എന്നിൽ ആശ്രയിച്ച് നിൽക്കുക, എന്നെ വിശ്വസിക്കുക, ഞാൻ ചെയ്യുന്ന കാര്യം എനിക്കറിയാം, ദൈവം പറയുകയാണ്. അപ്പോൾ പൗലോസിന് വ്യക്തമായി ഈ ആശയം അറിയാം. ഹബക്കൂക്ക് നൽകിയ വാക്യത്തിൻ്റെ പിന്നിലുള്ള അർത്ഥം നന്നായിട്ട് പൗലോസിനറിയാം. എങ്കിലും ദൈവാത്മാവിൻ്റെ ആശ്രയത്താൽ, ദൈവാത്മാവിൻ്റെ കൃപയാൽ പൗലോസ് കുറച്ചുകൂടെ ആഴമേറിയ അനുഗ്രഹങ്ങൾ, പ്രാധാന്യം ഈ വാക്യത്തിൽ കണ്ടു. ആഴമേറിയ സത്യം കാണുകയാണ് പൗലോസ് ഹബക്കൂക്ക് 2:4 നിന്ന്. കാരണം ദൈവത്തിലുള്ള വിശ്വാസം ഭൗതികമായ ജീവൻ നിലനിൽക്കുന്നതിന് ഹബക്കൂക്കിൻ്റെ കാലത്ത് ജനത്തെ സഹായിച്ചു. പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ ഭൗതികമായ സുരക്ഷിതത്വം സംഭവിച്ചു. അതേപോലെ പൗലോസിൻ്റെ കാലത്ത് പൗലോസ് പറഞ്ഞ ആത്മിക ജീവൻ അത് നിലനിൽക്കുവാനും ദൈവത്തിലുള്ള വിശ്വാസം തന്നെയാണ് മാനദണ്ഡം. ഇപ്പോൾ 2 ചിന്തകളും പൗലോസോട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് വിശ്വാസത്താൽ, തുടരേണ്ടതും വിശ്വാസത്താൽ. അവസാനം വരെ വിശ്വാസം വേണം, അവസാനത്തോളം സഹിച്ചു നിൽക്കണം, വിശ്വാസം കൈവിടരുത്. വിശ്വാസത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നാം അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവം നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി, വിശ്വാസത്താൽ നമ്മൾ ആരംഭിച്ച പ്രവൃത്തി അവസാനം വരെ നാം തുടരണം. നമ്മിൽ ദൈവത്തിൻ്റെ നീതി ദൈവം നമുക്ക് നൽകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിലുള്ള ആശ്രയം. എന്തുകൊണ്ടാണ് ദൈവമക്കൾ വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട്, അതായത് ആരംഭം മുതൽ അവസാനം വരെ വിശ്വാസത്തിലായിരിക്കേണ്ടത് എന്തുകൊണ്ട്? നമ്മുടെ രക്ഷ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ന്യായപ്രമാണത്തിലല്ല, എന്തുകൊണ്ട് സൽപ്രവൃത്തികളിലല്ല, എന്തുകൊണ്ട് മറ്റൊന്നിലുമല്ല, എന്തുകൊണ്ട് വിശ്വാസത്തിൽ? നമ്മൾ 4-ാം അധ്യായത്തിലെത്തുമ്പോൾ റോമലേഖനം
അതിൻ്റെ അത്ഭുതം നമ്മൾ കാണും, അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കാണും. ഈ വചന സത്യത്തിൻ്റെ സന്തോഷം നാം തിരിച്ചറിയും. ദൈവം എന്തുകൊണ്ട് നമ്മെ വിശ്വാസ ജീവിതത്തിലാക്കി വെച്ചു. 17 വാക്യം വളരെ പ്രധാനമാണ്. അവിടെ നമ്മൾ കാണുന്ന ഒഴിച്ചുകൂടാനാകാത്ത പ്രതിഫലമാണ്. നമ്മൾ ഒഴിച്ചുകൂടാനാകാത്ത, ഒഴിവാക്കാനാകാത്ത പരിഹാരം കണ്ടു സുവിശേഷം, ഒഴിവാക്കാനാകാത്ത ആവശ്യകത കണ്ടു വിശ്വാസം, മൂന്നാമത് ഒഴിവാക്കാനാകാത്ത പ്രതിഫലമാണ് നീതി എന്നത്. നീതി എന്ന വാക്ക്, നീതിമാൻ, നീതി എന്ന വാക്ക് റോമാലേഖനത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്ന ഇടം. നീതിമാൻ, നീതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതേ നീതിയും നീതിമാൻ, നീതീകരണം എന്ന വാക്കുമായി ബന്ധപ്പെട്ട 70 തവണ പൗലോസ് ഈ ലേഖനത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ വാക്കിൻ്റെ, ഈ പദത്തിൻ്റെ ആശയം, അർത്ഥം, വ്യാപ്തി മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. റോമലേഖനത്തിൽ നീതി എന്നുള്ള വാക്കിനോട് ബന്ധത്തിൽ നീതീകരണം, നീതിമാനായി പ്രഖ്യാപിക്കൽ, നീതി തുടങ്ങിയ അതിൻ്റെ വിശേഷണം, ക്രിയാവിശേഷണം, നാമം, ക്രിയ എല്ലാം അവിടെ കാണാം. ഡൈക്കെ എന്ന യവനവാക്കിൽ നിന്നാണ് ബാക്കി വാക്കുകളെല്ലാം വരുന്നത്. ഡൈക്കസൂനെ, ഡൈക്കോമ, ഡൈക്കാവു, പിന്നെ അതിൻ്റെ നെഗറ്റീവായ അനീതി എന്ന വാക്കിന് അഡൈക്കിയ എന്ന വാക്ക്. ഇതെല്ലാം ഡൈക്കിയ എന്ന മൂലവാക്കിൽ നിന്ന് വന്നു. ഡൈക്ക് എന്ന മൂലവാക്കിൻ്റെ അർത്ഥം ശരി. ഇപ്പം ഒരു വള്ളം മറിഞ്ഞു പോയാൽ വള്ളത്തെ ശരിയാക്കി വയ്ക്കുക, നേരായി വയ്ക്കുക. റൈറ്റ് എന്നാണ് ഈ പൊതുവായ വാക്കിൻ്റെ അർത്ഥം. ശരിയായെന്നില്ല, നേരായെന്നില്ല. ചില സമയത്ത് റോമലേഖനം 3:25-26 നമ്മൾ കൂടുതൽ മുന്നോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും. റോമലേഖനം 3:25-26 വാക്യത്തിൽ നീതി എന്ന വാക്ക് ദൈവത്തെക്കുറിച്ച് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു ക്രൂസിൽ. അതിനെക്കുറിച്ച് റോമർ 3:25-26 ഇങ്ങനെയാണ് പൗലോസ് എഴുതിയത്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം, അവസാനിപ്പിക്കാം. റോമർ 3:25-26 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം എന്നെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അങ്ങനെ ചെയ്തു. 4 തവണ നമ്മൾ ആ വാക്യത്തിൽ കണ്ടു. നീതി, നീതിമാൻ, നീതീകരണം. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാൻ നീതീകരണം, നീതി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാൻ ഈ വാക്ക്, നീതിമാൻ എന്ന വാക്ക് ഉപയോഗിക്കും. എന്താണ്? ശരിയായ വ്യക്തി, റൈറ്റ് ബീയിങ്. ദൈവം മാത്രമാണ് ശരിയായ വ്യക്തി. പരമമായ, കേവലമായ ശരി ദൈവം മാത്രമാണ്. ദൈവം പൂർണ്ണമായും മുഴുവനായും ശരിയാണ്. ദൈവം പറയുന്നതിലും ദൈവം ചെയ്യുന്നതിലും ശരി മാത്രമേ ഉള്ളൂ. അതാണ് ദൈവത്തെക്കുറിച്ച് ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ഇതിൻ്റെ വിശുദ്ധിയുടെ പ്രതിഫലനമാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവം ചെയ്യുന്നതെല്ലാം ശരിയാണ്, പറയുന്നത് ശരിയാണ്. നമ്മൾ മനസ്സിലായില്ലെങ്കിലും ഹബക്കൂക്കിനെ പോലെ നമുക്ക് ആശയക്കുഴപ്പം വരാം ദൈവം പറയുന്നത് കേൾക്കുമ്പോൾ. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഞാൻ ചെയ്ത കാര്യം എനിക്കറിയാം. യോബിൻ്റെ കാര്യത്തിൽ ഇതാണ്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല, നീ എന്നെ വിശ്വസിക്കുക. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നെ വിശ്വസിച്ചാൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റൂ. എല്ലാം തെളിയിച്ചു തരാൻ പറ്റില്ല എനിക്ക്. വിശ്വാസമാർഗമാണിത്. സ്വർഗത്തിലെത്തുന്നവരെ ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവമാണ് ഏക ശരി. ദൈവം ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഇപ്പോൾ ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന് പാപത്തെ കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റില്ല. പാപത്തെ നിസ്സാരമായി കൈകാര്യം ചെയ്യില്ല. ദൈവത്തിൻ്റെ നീതിയുള്ള പ്രകൃതി ആവശ്യപ്പെടുന്നു പാപം ശിക്ഷിക്കപ്പെടണം, പാപം കൈകാര്യം ചെയ്യപ്പെടണം. അത് നമ്മൾ 3-ാം അധ്യായത്തിൽ പഠിക്കും, റോമലേഖനത്തിൽ. ഇപ്പോൾ റോമലേഖനം ഏറ്റവും സമ്പന്നമായ പുതിയ ലേഖനമാണ്. ശ്രദ്ധയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസം കേൾക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. അതിനുള്ള സാഹചര്യം നമുക്കുണ്ട്. വീണ്ടും കേൾക്കാം, ഒരിക്കലും ചിന്തിക്കാം. എന്താണ് ഈ ഒഴിവാക്കാനാകാത്ത ഈ വലിയ അനുഭവം? വിശ്വാസം എന്നത് എന്താണ് അതിൻ്റെ അർത്ഥം? വെറും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ നോട്ട് കൃത്യമായി എഴുതിയെടുത്തു, ഞാൻ മനഃപ്പാഠമാക്കി, അതാണോ വിശ്വാസം? അല്ല. വിശ്വാസം അനുസരിക്കണം. വിശ്വാസം അനുസരിക്കണം. നയാഗ്ര വെള്ളത്തിൻ്റെ കുറുകെ കിട്ടിയ കമ്പിയിലൂടെ നടന്ന മനുഷ്യൻ്റെ കഥ നമുക്കറിയാം. ആ ആൾക്കാർ കരഘോഷം മുഴക്കി കൈയടിച്ചു അഭിനന്ദിച്ചു. നീ യോഗ്യൻ, നിനക്ക് കഴിയും, നീ അഭ്യാസി, നിനക്ക് കഴിയും. ആ അഭ്യാസി തൻ്റെ മകനെ തോള ഇരുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീട്ടിൽ ചോദിച്ചു ജനത്തോട്, ഒരിക്കൽ കൂടെ എനിക്ക് നടക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവർ കഴിയും, നിനക്ക് മാത്രമേ കഴിയൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരാൾ നിങ്ങളുടെ മകനെ, നിങ്ങളുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ താ. നടന്ന സംഭവമാണ്. ലേ വലാസ്യ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ.
അല്പനിമിഷത്തിനകം അവിടെ ശൂന്യമായി. ഒരാൾ പോലും ഉണ്ടായില്ല. കാണാനും കൈയടിക്കാനും ആളുണ്ട്, പക്ഷെ അവരാരും അവരെ ഏൽപ്പിച്ചില്ല. അവിടെ കുഞ്ഞിനെ ഏൽപ്പിച്ചില്ല. അനുസരിക്കാൻ തയ്യാറല്ല. കേട്ടുകൊണ്ടിരിക്കും, ധ്യാനിക്കും, കണ്ണടച്ചിരിക്കും. പറയുന്ന വചനമനുസരിച്ച് ജീവിക്കാൻ, തീരുമാനമെടുക്കാൻ പലർക്കും കഴിയുന്നില്ല. ദൈവം അവരെ വിശ്വാസി എന്ന് വിളിക്കില്ല. വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാകണം. തുടരാൻ നമുക്ക് അടുത്ത പഠനങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാകും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.